അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സീദി റസൂലില്ലാഹ്. പുണ്യ റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവും പകലും ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ. രാവിലെ നമ്മൾ സ്വഭാവുൽ ഖൈറിൽ പറഞ്ഞതുപോലെ വല്ലാത്തൊരു വേദനയോടുകൂടാണ് ഓരോ സദസ്സിലും നമ്മളിരിക്കണത്. പടച്ചോൻ, ഇതെൻ്റെ അവസാനത്തെ റമളാനാകുമോ അല്ലാഹ്? ഇനിയൊരു റമളാൻ എനിക്കുണ്ടാവുമോ? ഇത് അവസാനത്തെ റമളാൻ ആണെങ്കിൽ ഈ റമളാൻ എനിക്കെതിരായിപ്പോയാൽ എൻ്റെ അവസ്ഥ എന്താ? റമളാൻ ഒരു മനുഷ്യനെതിരായാൽ എൻ്റെ മുത്തുനബി പോലും നമുക്ക് ശുപാർശ ചെയ്യൂല എന്നല്ലേ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പടച്ചോനെ, ഒരുപാട് ന്യൂനതകളുള്ളവരാണല്ല, ഒരുപാട് കുറ്റവും കുറവൊക്കെ ഉള്ളവരാണല്ല. പ്രതീക്ഷ മുഴുവൻ നിൻ്റെ കാരുണ്യത്തിലാണ് റബ്ബേ. റമളാൻ അനുകൂലമാകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ആ റഹ്മാനായ റഹീമായ അല്ലാനെ മനസ്സറിഞ്ഞിട്ടൊരു 33 തവണ വിളിച്ചേ. യാ റഹ്മാനു യാ റഹീം, 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 യാ റഹ്മാനു യാ റഹീം. റഹ്മാനായ റഹീമായ അല്ലാഹ്, നീ ഞങ്ങളെ ദുആ സ്വീകരിക്കണേ ചമ്പുരാനെ. ഇത് ഞങ്ങളുടെ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാഹ്. റമളാൻ അനുകൂലമാകുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ കൈവെടിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാഹ്. നീ ഞങ്ങളെ കൈവെടിയല്ലേ ചമ്പുരാനെ. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വല്ലാത്തൊരു മനോവേദനയോടുകൂടെയാണല്ലേ നമ്മൾ ഓരോരുത്തരും ഇരിക്കണം. ഇനി റമളാൻ ചിലപ്പോൾ ഒരാഴ്ച തികച്ചില്ല അല്ലേ? ഒരാഴ്ച മാക്സിമം റമളാൻ ഉണ്ടാവുള്ളൂ. അല്ലാഹ്, വല്ലാത്ത പേടിയാണ് മനസ്സിലാണ്. നമ്മൾ എപ്പോഴും പറയേണ്ടതുപോലെ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ നമ്മുടെ മജ്ലിസിൽ ഉണ്ടായിരുന്ന പലരും ഇക്കൊല്ലം ഇല്ല. അവരൊക്കെ ഖബറിന്റെ ഉള്ളിലാ. അവർക്കൊക്കെ റമളാൻ അനുകൂലമായിട്ടുണ്ടോ നമുക്കറിയില്ല അല്ലേ? എന്നാലും പ്രതീക്ഷ മുഴുവൻ അവന്റെ കാരുണ്യത്തിലാ. യാ റബ്ബി, റമളാൻ അനുകൂലമാകുന്നവരിൽ നിന്റെ ഔദാര്യം കൊണ്ട്, ഞങ്ങൾക്ക് വലിയ കർമ്മങ്ങളൊന്നുമില്ല പടച്ചോനെ, നിന്റെ കാരുണ്യം കൊണ്ട് നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇന്ന് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയും കൂടെയാണ്, വെള്ളിയാഴ്ച രാവും കൂടെയാണ്. മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കാണുന്ന നിമിഷമല്ലേ? മുത്തുനബിയുടെ ഒരു നോട്ടം കിട്ടിയാൽ പോരെ, അതിലപ്പുറം വേറെന്താ വേണ്ടത് അല്ലേ? മുത്തിന്റെ ഒരു നോട്ടം കിട്ടിയാൽ പോരെ, അതിലപ്പുറം നമുക്ക് എന്താ വേണ്ടത്? മുത്തായ തങ്ങൾ നമ്മളെ നോക്കുമ്പോൾ പടച്ചോന്റെ കാരുണ്യല്ലേ നമുക്ക് കിട്ടണം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം കിട്ടാൻ ഈ വെള്ളിയാഴ്ച രാവിലെ കുറച്ച് സ്വലാത്ത് ഇല്ലേ പോരെ? നമ്മൾ നോക്കൂല എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നമുക്ക് അഅ്ളമു സ്വലാത്ത് ഒന്ന് ചൊല്ലാം. ഏറ്റവും വലിയ സ്വലാത്ത് എന്നറിയപ്പെടുന്ന, അത്രമേൽ ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ വലിയ വലുപ്പം പറയാനുള്ള സ്വലാത്താണ്. അത് ഓതിത്തീരുമ്പോഴേക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അലിഞ്ഞില്ലാതാവും. മഹബത്തോടെ, സ്നേഹത്തോടെ, ബോധ്യത്തോടെ, ഇഖ്ലാസോടെ ഒന്ന് ഓതിയാൽ മതി. നമുക്കൊന്ന് ചൊല്ലാം അഅ്ളമു സ്വലാത്ത്. പല ആവർത്തി നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. ഇഖ്ലാസോടെ ഈ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയും വെള്ളിയാഴ്ച രാവും കൂടി ഒരുമിച്ച് വന്ന് അങ്ങനെ കിട്ടിയൊരു സമയം, ചിലപ്പോൾ റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവും ഒക്കെ ആയേക്കാം, നമുക്കറിയാൻ പാടില്ലല്ലോ. ആ ബോധ്യത്തിൽ ഒരു തവണ അഅ്ളമു സ്വലാത്ത് ഒന്ന് ചൊല്ലാലേ.
അത് കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സൊക്കെ ഒന്ന് തെളിയണം. മുത്തി നമ്മൾ നേരിട്ട് വിളിച്ച് സലാം പറയാ, എന്റെ ഹബീബ് അത് കാണുന്നുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ. ഈമാനുള്ളവർ അങ്ങനല്ലേ? മനസ്സറിഞ്ഞിട്ടൊന്ന് ചൊല്ലിക്കേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألف ألف صلاة وألف ألف سلام عليك يا سيد المرسلين. ألف ألف صلاة وألف ألف سلام عليك يا سيد النبيين. ألف ألف صلاة وألف ألف سلام عليك يا سيد الصديقين. ألف ألف صلاة وألف ألف سلام عليك يا سيد الراكعين. ألف ألف صلاة وألف ألف سلام عليك يا سيد القاعدين. ألف ألف صلاة وألف ألف سلام عليك يا سيد الساجدين. ألف ألف صلاة وألف ألف سلام عليك يا سيد الذاكرين. ألف ألف صلاة وألف ألف سلام عليك يا سيد المكبرين. ألف ألف صلاة وألف ألف سلام عليك يا سيد الطاهرين. ألف ألف صلاة وألف ألف سلام عليك يا سيد الظاهرين. ألف ألف صلاة وألف ألف سلام عليك يا سيد الشاهدين. ألف ألف صلاة وألف ألف سلام عليك يا سيد الأولين. ألف ألف صلاة وألف ألف سلام عليك يا سيد الآخرين. ألف ألف صلاة وألف ألف سلام عليك يا سيدي يا رسول الله. ألف ألف صلاة وألف ألف سلام عليك يا نبي الله. ألف ألف صلاة وألف ألف سلام عليك يا حبيب الله. ألف ألف صلاة وألف ألف سلام عليك يا من كرمه الله. ألف ألف صلاة وألف ألف سلام عليك يا من عظمه الله. ألف ألف صلاة وألف ألف سلام عليك يا من شرفه الله. ألف ألف صلاة وألف ألف سلام عليك يا من أظهره الله. ألف ألف صلاة وألف ألف سلام عليك يا من اختاره الله. ألف ألف صلاة وألف ألف سلام عليك يا من صوره الله. ألف ألف صلاة وألف ألف سلام عليك يا عبد الله. ألف ألف صلاة وألف ألف سلام عليك يا خير خلق الله. ألف ألف صلاة وألف ألف سلام عليك يا خاتم رسل الله. ألف ألف صلاة وألف ألف سلام عليك يا سلطان الأنبياء. ألف ألف صلاة وألف ألف سلام عليك يا برهان الأصفياء. ألف ألف صلاة وألف ألف سلام عليك يا مصطفى. ألف ألف صلاة وألف ألف سلام عليك يا معلى. ألف ألف صلاة وألف ألف سلام عليك يا مجتبى. ألف ألف صلاة وألف ألف سلام عليك يا مزكى. ألف ألف صلاة وألف ألف سلام عليك يا مدني. ألف ألف صلاة وألف ألف سلام عليك يا حرمي. ألف ألف صلاة وألف ألف سلام عليك يا عربي. ألف ألف صلاة وألف ألف سلام عليك يا قرشي. ألف ألف صلاة وألف ألف سلام عليك يا هاشمي.
ألف ألف صلاة وألف ألف سلام عليك يا أبطهي ألف ألف صلاة وألف ألف سلام عليك يا زمزمي ألف ألف صلاة وألف ألف سلام عليك يا تهامي ألف ألف صلاة وألف ألف سلام عليك يا أمي ألف ألف صلاة وألف ألف سلام عليك يا سيد ولد آدم ألف ألف صلاة وألف ألف سلام عليك يا أحمد ألف ألف صلاة وألف ألف سلام عليك يا محمد ألف ألف صلاة وألف ألف سلام عليك يا طه ألف ألف صلاة وألف ألف سلام عليك يا ياسين ألف ألف صلاة وألف ألف سلام عليك يا مدثر ألف ألف سلام ألف ألف صلاة وألف ألف سلام عليك يا شفيع يوم الحشر ألف ألف صلاة وألف ألف سلام عليك يا صاحب التاج ألف ألف صلاة وألف ألف سلام عليك يا صاحب المغفر ألف ألف صلاة وألف ألف سلام عليك يا صاحب المحراب ألف ألف صلاة وألف ألف سلام عليك يا خاتم الأنبياء والمرسلين ألف ألف صلاة وألف ألف سلام عليك يا سيد المحسنين ألف ألف صلاة وألف ألف سلام عليك يا سيد الثقلين ألف ألف صلاة وألف ألف سلام عليك يا سيدي يا رسول الله يا سيدي يا رسول الله إلى يوم الدين برحمتك يا أرحم الراحمين الحمد لله رب العالمين ഇതിലപ്പുറം ഒരു വിശ്വാസിക്ക് എന്താണ് വേണ്ടത്? ഈമാനുള്ള ഒരുത്തിന് ഇതിലപ്പുറം എന്താ വേണ്ടത്? ഹബീബെ ഹുദാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടം കിട്ടാൻ ഈ പരിശുദ്ധ സ്വലാത്ത് അല്ലാഹു ഒരു നിമിത്താക്കട്ടെ. ഇതിലപ്പുറം നമുക്ക് എന്താ വേണ്ടേ? വേറെന്താ നമ്മുടെ കയ്യിലുള്ളത്? റബ്ബന, ഈ നിമിഷം ഞങ്ങൾക്ക് തന്ന റബ്ബേ, നിന്നെ എത്ര സ്തുതിച്ചാലും മതിയാവൂല. കണ്ണടച്ചിട്ടൊരു 3 തവണ പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് തെറ്റ് ചെയ്തവരാ നമ്മളല്ലേ. നമുക്ക് ആകെ പ്രതീക്ഷയുള്ളത് പടച്ചോന്റെ കാരുണ്യത്തില. പക്ഷെ പടച്ചോനെ നീ എനിക്ക് പുറത്തു തരുമല്ല. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله قل يا عبادي എൻ്റെ അടിമകളെ വർച്ചാണ് നിങ്ങൾ എൻ്റെ വിളികൾ എൻ്റെ മോനെ ഉമ്മ വിളിക്കണത് പോലെ അതിനേക്കാളേറെ സ്നേഹം പടച്ചോന്റെ സ്നേഹത്തിന്റെ അടിമകളല്ലേ നമ്മൾ. എൻ്റെ അടിമകളെ യാ ഇബാദി അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും, കോടാനുകോടി പാപങ്ങൾ നിങ്ങൾ ചെയ്താലും എന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ വിദൂരത്തല്ലേ. എന്റെ കാരുണ്യം നിങ്ങൾക്കുണ്ട്. എന്റെ പടച്ചോന്റെ കാരുണ്യം കിട്ടൂലേ എന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ. നിങ്ങൾ എന്റെ അടിമകളല്ലേ.
നമുക്കൊന്ന് തൗബ ചെയ്താലോ. തൗബ എന്ന് പറയുന്നത് കേവലം ഒരു ഉദാഹരണം മാത്രമാണ് നമ്മൾ ഈ കാണിക്കുന്നത്. മനസ്സറിഞ്ഞ് ചൊല്ലേണ്ട സംഗതിയാണ്. ഇനി ഞാൻ എൻ്റെ റബ്ബിനെ ധിക്കരിച്ച് ഒരു തെറ്റും ചെയ്യൂല, ചെയ്തതിനൊക്കെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. അല്ല, മനുഷ്യന്മാരായിട്ട് ചെയ്തൊക്കെ നേരിട്ട് പൊരുത്തപ്പെടിക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ പഠിച്ചവനോട് എന്തോരം തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ പുറത്തു തരാൻ മനസ്സറിഞ്ഞ് തൗബ ചെയ്താൽ മതി. നമുക്ക് തൗബയുടെ ഒരു രൂപം മനസ്സറിഞ്ഞ് ഒരുമിച്ചൊന്ന് ചൊല്ലാം. ഞാൻ ചൊല്ലിത്തരുന്നത് പോലെ മനസ്സറിഞ്ഞ് ചൊല്ലാം, സ്ക്രീനിൽ കാണുന്നത് പോലെ അല്ലേ. അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കട്ടെ. ഇതൊരു ഉദാഹരണം മാത്രമാണ്. രാത്രിയൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നിങ്ങളൊന്ന് പൊട്ടിക്കറിഞ്ഞിട്ട് ഇത് നമ്മൾ ഒരുമിച്ച് ചൊല്ലുന്നത് മാത്രമല്ല, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പഠിച്ചവനോടൊന്ന് ചൊല്ലണം, മനസ്സറിഞ്ഞിട്ട് തൗബ ചോദിക്കണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب. أستغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا أو ناظرا. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് അറിഞ്ഞും അറിയാതെയും മറവിയായും വെളിച്ചമായും ചെയ്ത എല്ലാ ചെറുദോഷത്തെ തൊട്ടും എല്ലാ വൻദോഷത്തെ തൊട്ടും ഞങ്ങൾ നിന്റെ ഫുർഖാനുൽ അദീമാകുന്ന വേദത്തിൽ കൽപ്പിച്ചതു പ്രകാരം ഖാലിസായ തൗബ ചെയ്ത് മടങ്ങുകയും മേലാൽ യാതൊരു ദോഷം കൊള്ളയും മടങ്ങില്ലെന്ന് ഞങ്ങൾ നല്ലവണ്ണം കരുതിയുറപ്പിച്ചു തമ്പുരാനെ. ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങൾ അനേകം കുറ്റവും ദുർമര്യാദയും ചെയ്ത പാപികളാകുന്നു. ഞങ്ങളുടെ ദോഷത്തിന്റെ പെരുപ്പം കൊണ്ടും വണ്ണം കൊണ്ടും ഞങ്ങൾക്ക് നീ പുറത്ത് കൃപ ചെയ്ത് തന്നില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിന്റെ കഠിനമായ നരകത്തിൽ വീണ് വെന്തുരുകുന്ന ഗുണം കെട്ട അടിയാറുകളായി പോകും തമ്പുരാനെ. നിന്റെ കൃപ കൊണ്ടും ആദരവായ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ടും ജഹന്നമെന്ന നരകത്തെ തൊട്ട് ഞങ്ങളെ സലാമത്താക്കണം തമ്പുരാനെ. റബ്ബനാ لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളുടെ തൗബാനെ കബൂൽ ചെയ്തതിൽ പിന്നെ അതിനെ വിട്ട് നിന്റെ മത്സരിയായ ശൈത്താൻ ഇബ്ലീസിന്റെ ചെല്ലുകൊള്ളയും ചേൽക്കൊള്ളയും ഞങ്ങളുടെ ഖൽബിനെ തട്ടിത്തിരിച്ച് കളയാതെ നിന്റെ റഹ്മത്തിനെ ഞങ്ങൾക്ക് ഓശാരമായി ഏറ്റമേറ്റം തരികയും ചെയ്യണം തമ്പുരാനെ.
أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله عليها نحيا وعليها نموت وعليها نبعث إن شاء الله. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളെ ഈമാനോടുകൂടെ ജീവിപ്പിച്ച് ഈമാനോടുകൂടെ മരിപ്പിച്ച് ഈമാനോടുകൂടെ ഖബറിൽ അകം കടത്തി ഖബറിൽ നിന്ന് രണ്ടാമത് ഹയാത്തിട്ട് മഹ്ശറകുള്ള യാത്രയാക്കി ഞങ്ങളുടെ നന്മ തിന്മകളെ എഴുതപ്പെട്ട കിതാബുകൾ ഞങ്ങളെ വലങ്കയിൽ തരിപ്പിച്ച് നിന്റെ ഹബീബായ നബിയുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടി ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ അകം കടത്തി നിന്റെ നബി സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണച്ചയും നിന്റെ ലിഖാഇനെയും ഞങ്ങളുടെ രണ്ട് കണ്ണുകൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദവി ചെയ്യണം തമ്പുരാനേ. ഏറ്റമേറ്റം ഉദവി ചെയ്യണം തമ്പുരാനേ. ഏറ്റമേറ്റം ഉദവി ചെയ്യണം തമ്പുരാനേ. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. لا إله إلا الله محمد رسول الله. لا إله إلا الله محمد رسول الله. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ തൗബയുടെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്. നിന്റെ കാരുണ്യത്തിലല്ലാതെ പ്രതീക്ഷയില്ല അല്ലാഹ്. ഈ പരിശുദ്ധ രാവിലെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് നീ സ്വീകരിക്കണേ തമ്പുരാനെ. നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ രാത്രി നമ്മൾ 100 തവണ സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്താൽ അത് ആ ഒരു പുണ്യം കിട്ടുന്നത് വരെ പാരായണം ചെയ്യണം കേട്ടോ. 100 തവണ ഒരു ദിവസം രാത്രിയിൽ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു കൽബിലേക്ക് ഇസ്മുൽ ആലം ഇട്ട് തരും. ഇസ്മുൽ ആലം ഏതാ നമുക്കറിയാൻ പാടില്ല. ആ ഇസ്മു മുൻനിർത്തി ചോദിച്ചാൽ അള്ളാഹ് തരും. നമുക്കൊരു 11 തവണ സൂറത്തുൽ ഖദ്ർ ഒന്ന് ഓതാം. 11 തവണ ഓതിയാൽ മതി. എല്ലാവരും കൂടെ ഓതുമ്പോൾ ആയിരക്കണക്കിനായില്ലേ. കരുണക്കടലായ റബ്ബ് അതിന്റെ ബർക്കത്ത് കൊണ്ട് കൽബിൽ ഇസ്മുൽ ആലം നിറച്ചു തന്ന് അതിന്റെ ബർക്കത്ത് കൊണ്ട് ചോദിക്കുന്നതൊക്കെ ലഭിക്കുന്ന രീതിയിലേക്ക് അള്ളാഹു നമ്മളെ മാറ്റി തീർക്കുമാറാകട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമുക്ക് ഒരുമിച്ച് ഒന്ന് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من
كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചോൻ ഇത് കബൂൽ ചെയ്യട്ടെ. സൂറത്തുൽ ഖദറിന്റെ ബറക്കത്തുകൊണ്ട് എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയാകുന്ന ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കിട്ടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ പ്രശ്നത്തിനും പരിഹാരം മുത്ത് നബിയുടെ മദ്ഹാണ്. അത്രമേൽ തങ്ങൾക്ക് ഇഷ്ടമാണ്. നമുക്ക് യാക്രമ ബൈത്ത് ഒന്ന് ചൊല്ലാം അല്ലേ? യാക്രമ ബൈത്ത് ഇടക്കിടക്ക് നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ചൊല്ലണം കേട്ടോ. നമ്മുടെ റബ്ബ് നമുക്ക് വേണ്ടതൊക്കെ തരും. ഖസീദത്തുൽ ബുർദയുടെ അവസാന ഭാഗമാണ്. മനസ്സറിഞ്ഞ് സ്ക്രീനിൽ കാണുന്നത് പോലെ എന്നോടൊപ്പം നിങ്ങളൊക്കെ ഒരുമിച്ച് ചൊല്ലണം. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق
رسول الله جاهك بي إذا الكريم تحالى باسمي منتقمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم جل مولاي صل وسلم على حبيبك خير الخلق كلهم والتف بعبدك في دارين إن له صبرا متى تدعو الأهوال ينهزمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لصحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم جل مولاي على حبيبك خير الخلق كلهم ما رنحت عذابات الباني ريح صبا وأطرب العيسى حد العيسي بالنعم مولاي صل وسلم دائما أبدا على حبيبك
خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبي. سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الحمد لله. ഇന്ന് വല്ലാത്തൊരു അനുഭൂതിയാണ് ഇന്നത്തെ ഈ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ പടച്ചോനെ ലൈലത്തുൽ ഖദ്ർ കിട്ടുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. രണ്ട് പാവപ്പെട്ട മനുഷ്യരുടെ കാര്യം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് റിലീഫ് പദ്ധതിയിലൂടെ. കഴിയുന്നവരൊക്കെ ഹദിയ ചെയ്യണം. ഈ രാവിലെ നമ്മൾ ചെയ്തിട്ട് ഇത് ലൈലത്തുൽ ഖദ്ർ ആയാൽ പിന്നെ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് ആകാൻ സാധ്യതയുള്ള ഒരു രാവും കൂടെയാണ്, ഒരു പകലും കൂടെയാണ് വരുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ അല്ലാഹ് ഏറ്റെടുത്ത അത് മതിയില്ല റമദാൻ നമുക്ക് അനുകൂലാകാൻ. അവന്റെ കാരുണ്യമല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മനസ്സറിഞ്ഞിട്ടൊന്ന് ആമീൻ പറഞ്ഞു. ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്. മക്കളുടെ എക്സാമിനെ കുറിച്ച് പറഞ്ഞവർ, വീടില്ലാത്തവർ, മാരക രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, വിവാഹം നടക്കാത്തവർ, മക്കളില്ലാത്തവർ, എന്തെല്ലാം പ്രയാസങ്ങളാണ് യാ റബ്ബി. ഭർത്താവ് നന്നാകാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവർ, മക്കൾ നന്നാകാൻ പറഞ്ഞവർ, എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കട്ടെ. ലൈലത്തുൽ ഖദ്ർ കിട്ടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനേ. നീ കൈവെടിയല്ലേ അല്ലാഹ്. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. ഇതിന്റെ മിസ്ൽ സവാബ് ആരംഭപ്പൂവായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ, മദ്ഹുകൾ ആരംഭപ്പൂവായ തങ്ങൾ നേരിട്ട് കാണുന്ന നിമിഷമാണല്ലോ അല്ലാ. മുത്തുനബി തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണേ അല്ലാ. അതിന്റെ ബറക്കത്ത് കൊണ്ട് സംഭവിച്ച പാപങ്ങളെല്ലാം പുറത്തു തരണയല്ലാ. ന്യൂനതകൾ പരിഹരിക്കണയല്ലാ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്ത തെറ്റുകളെല്ലാം നീ പൊറുക്കണേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളുടെ കൽബുകൾ വിങ്ങുകയാണ് റബ്ബേ. ഇത് ഞങ്ങളുടെ അവസാനത്തെ റമദാനാക്കല്ലേ അല്ലാ. ഒരുപാട് 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 റമദാനുകളിൽ നിനക്ക് ഇബാദത്ത് ചെയ്ത് നിന്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെട്ട് റയ്യാൻ എന്ന സ്വർഗ്ഗ കവാടത്തിലൂടെ നിന്നിലേക്ക് അടുക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. നിന്നോടുള്ള അതിരറ്റ പ്രണയം നൽകണേ അല്ലാ. നിന്നെ കാണാതെ, കൽബുകൊണ്ട് നിന്നെ തിരിച്ചറിയാതെ, നിന്നെ കൽബുകൊണ്ട് ദർശിക്കാതെ
ശിക്ഷിക്കാതെ ഈ ലോകത്ത് നിന്ന് മരിപ്പിക്കല്ലേ അല്ലാ. മുത്തായ തങ്ങളെ കാണാതെ ഞങ്ങളെ നീ തിരിച്ചു വിളിക്കല്ലേ അല്ലാ. യാ റബ്ബനാ, ഒരുപാട് വേദനകളുണ്ട്, എല്ലാ സങ്കടങ്ങളും അകറ്റണേ അല്ലാ. മനപ്രയാസങ്ങൾ നീക്കണേ അല്ലാ. ഒരുപാട് മക്കളാണ് പരീക്ഷകൾ എഴുതുന്നത്, ഉന്നത വിജയം നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാ, സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ഇണകളെ നേർവഴിയിലാക്കണേ അല്ലാ. പടച്ചവനെ, ചിലവിന് പോലും തരാത്തവരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് യാ റബ്ബി. എല്ലാവരെയും നീ ഖൈറിലാക്കണേ അല്ലാ. റാഹത്തായ കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എത്രയെത്ര അസുഖബാധിതർ ഞങ്ങളിലുണ്ട്, മാരക രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുണ്ട്, മോചനം നൽകണേ അല്ലാ. നിന്റെ പരീക്ഷണങ്ങൾ താങ്ങാൻ ഞങ്ങൾക്ക് കരുത്തില്ല റബ്ബേ. മാരകമായ പരീക്ഷണങ്ങളെ തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഈമാൻ കുറഞ്ഞവരാണ് അല്ലാ, ദുർബലരായ നിന്റെ അടിമകളാണ് അല്ലാ. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. ഈ റിലീഫ് പദ്ധതിയിലൂടെ പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിച്ചവരുണ്ട്, നീ അവരെ ചേർത്ത് പിടിക്കണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, കടക്കണിയിൽപ്പെട്ടവരുണ്ട്, മോചനം നൽകണേ അല്ലാ. പ്രവാസികരുണ്ട്, ജോലി തേടിപ്പോയവരുണ്ട്, പടച്ചവനെ ജോലി ചെയ്യുന്നവരുണ്ട്, അന്യായമായി തുറങ്കലിൽ അടക്കപ്പെട്ടവരുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ലാ. ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഖൽബ് നന്നാക്കണേ അല്ലാ, ഖൽബ് നന്നാക്കണേ അല്ലാ. ഞങ്ങളെ വേദനിപ്പിച്ചവർക്ക് പുറത്തു കൊടുക്കാനുള്ള മനസ്സ് തരണേ അല്ലാ. നിന്റെ സ്വഭാവം ഞങ്ങളിൽ നൽകണേ അല്ലാ. പടച്ചവനെ, പട്ടിണിയാക്കല്ലേ അല്ലാ. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ മറ്റൊരുത്തന്റെ മുമ്പിൽ ഇരക്കേണ്ട ഗതികേട് നൽകല്ലേ അല്ലാ. നിന്റെ മുന്നിലല്ലാതെ കൈ നീട്ടേണ്ട ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. യാ റബ്ബനാ, സ്വന്തമായി വീടില്ലാത്തവരുണ്ട്, ഖൈറായ ഭവനം നൽകണേ അല്ലാ. സ്ഥലം വിറ്റുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, എളുപ്പത്തിലാക്കണേ അല്ലാ. എല്ലാ പൈശാചിക ശർറും നീ ബാത്തുലാക്കണേ അല്ലാ. കുടുംബത്തിൽ സമാധാനം തരണേ അല്ലാ. വീട്ടിലേക്ക് കയറിയാൽ പിന്നെ സ്വസ്ഥതയില്ലെന്ന് പറഞ്ഞവരുണ്ട്, സമാധാനത്തിന്റെ കേന്ദ്രമാക്കണേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ജോലിയില്ലാത്തവരുണ്ട്, ഖൈറായ ജോലി നൽകണേ അല്ലാ. പടച്ചവനെ, വിവാഹപ്രായമെത്തിയിട്ട് മുസ്താദേ കല്യാണം നടക്കുന്നില്ലെന്ന സങ്കടം പറഞ്ഞവരുണ്ട്, ഖൈറായ ഇണകളെ നീ നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, അങ്ങനെ തുടങ്ങി ആരെല്ലാം മരണപ്പെട്ടിട്ടുണ്ടോ എല്ലാവരുടെയും ബർസഖ് നന്നാക്കണേ അല്ലാ. ഖബർ വെളിച്ചമാക്കണേ അല്ലാ. സ്വർഗ്ഗപ്പൂന്തോപ്പിലാക്കണേ അല്ലാ. നാരകീയ അദാബുകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. നരകം താങ്ങാൻ ഞങ്ങൾക്ക് കരുത്തില്ല അല്ലാ. നരകം താങ്ങാൻ ഞങ്ങൾക്ക് കരുത്തില്ല അല്ലാ. നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങി കുളിച്ചു നിൽക്കുമ്പോ ആരാരും തുണയില്ലാത്ത സമയത്ത് പൊന്നുമ്മ പോലും തിരിഞ്ഞു നോക്കാച്ച വേളയിൽ ഇണകൾക്ക് വേണ്ട ഞങ്ങളെ, മക്കൾക്ക് വേണ്ട ഞങ്ങളെ, ഞങ്ങൾക്ക് വേണ്ടി ഓടി വരുന്ന ഒരേ ഒരു നേതാവ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നത് ഏത് മുറാദ് വെച്ചുകൊണ്ടാണെന്ന് നിനക്കറിയാമല്ലോ റബ്ബേ. എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.